നമസ്കാരം. സ്റ്റാർസ് ചാറ്റിങ്ങിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അഭിനയ തികവ് കൊണ്ടും ലാളിത്യം കൊണ്ടും മലയാളിയുടെ ഹൃദയത്തിൽ കുടിയേറിയ മഹാനായ നടനാണ് ജഗതി ശ്രീകുമാർ. പ്രതിഭയാണ് ഒരു നടൻ്റെ ഏറ്റവും വലിയ രത്നത്തിളക്കം എന്ന് തെളിയിച്ച മഹാനടൻ. നമുക്കറിയാം, ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, യുണീക്ക്. സത്യത്തിൽ ഇതിന് പൂർണ്ണമായും ചേരുന്നൊരു വാക്ക് മലയാളത്തിലില്ല. ജഗതിക്ക് പകരം ജഗതി മാത്രം, അതുല്യം എന്നൊക്കെ നമുക്ക് പറയാം. ഒരിക്കലും തുല്യമല്ലാത്തത്. ജഗതിക്ക് തുല്യമായി മറ്റൊരു നടൻ മലയാളത്തിലോ മറ്റു ഭാഷാ നടന്മാരിലോ കാണാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് സത്യം. കാരണം അത്രമാത്രം പ്രതിഭയുടെ തിളക്കം കൊണ്ട് അഭിനയ പൂർണ്ണത കൈവരുത്തിയ ഈ നടനെ അതുകൊണ്ട് തന്നെ മലയാളി നെഞ്ചേറ്റിലാളിച്ചു. സ്റ്റാർസ് ചാറ്റിങ്ങിൽ ഇന്ന് നമ്മോടൊപ്പമുണ്ട് ശ്രീ ജഗതി ശ്രീകുമാർ. അനുഭവങ്ങൾ ഒരുപാട് പങ്കുവയ്ക്കാൻ. താങ്കൾക്ക് ഈ അഭിമുഖത്തിലേക്ക്, ഈ സ്റ്റാർസ് ചാറ്റിങ്ങിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആമുഖത്തിൽ ഞാൻ പറഞ്ഞു, ലാളിത്യമാർന്ന അഭിനയം കൊണ്ട്, അല്ലെങ്കിൽ വളരെ അഭിനയ തികവ് കൊണ്ട് താങ്കൾ മലയാളിയുടെ ഹൃദയം പിടിച്ചടക്കിയെന്ന്. വളരെ സിമ്പിളായിട്ടാണ് താങ്കളുടെ ആക്ടിങ്. ഈ സിംപ്ലിസിറ്റി എന്ന് പറയുന്ന കാര്യം വളരെ പാടാണ് സത്യത്തിൽ ചെയ്യാൻ. അഭിനയം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കലില്ല, വരെ കണ്ടിട്ടില്ല. ഒരു നടനെ അടുത്തു നിന്ന് അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന എൻ്റെയും കൂടെ ഒരു അഭിപ്രായമാണ്. എങ്ങനെയാണ് താങ്കൾ ഇത്ര ലളിതമായി ഏത് കഥാപാത്രയും വളരെ പെട്ടെന്ന് ചടുലമായി അവതരിപ്പിക്കാൻ സാധിക്കും? എൻ്റെ പഴയ ചിത്രങ്ങളിൽ പലതും ഈ ആദ്യകാലത്ത് സിനിമയിൽ വന്നതായിട്ടുള്ള ഒരു ചെറിയ പ്രശ്നങ്ങൾ ഇന്ന് ഞാൻ മനസ്സിലാക്കും. അന്ന് എനിക്ക് ആദ്യകാലത്തെ പടങ്ങൾ ഞാൻ ഇന്ന് കാണുമ്പോൾ ഒരു പക്ഷേ അഭിനയത്തിലൊരു വിദ്യാർത്ഥിയായിട്ട് കടന്നു വന്നതുകൊണ്ടാവാം. അപ്പോൾ ആ കിട്ടിയ പരിചയം കൊണ്ടാണ് താങ്കൾ ഈ പറഞ്ഞ അനായാസത ഈ കഴിഞ്ഞ ഒരു 10-15 വർഷങ്ങളായിട്ട് എനിക്ക് കിട്ടിയത്. തീർച്ചയായിട്ടും. കാരണം ഈ ഉദാഹരണം എക്സ്പീരിയൻസ് മേക്സ് പെർഫെക്ഷൻ എന്ന് പറഞ്ഞ പോലെ. തീർച്ചയായിട്ടും നിത്യാഭ്യാസി അതെ. അതുപോലെ ആദ്യകാലങ്ങളിലൊക്കെ ഒരു സഭാകമ്പം, പല കുറവുകൾ, കുറ്റങ്ങൾ, പിന്നെ അന്നത്തെ ഒരു ശൈലി അനുസരിച്ച് കുറച്ച് അഭിനയം. അത് ശരിയാണ്. താങ്കൾ തുടക്കത്തിൽ ആർക്കും ഒരു പക്ഷേ ചെറിയ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ അന്നത്തെ നടന്മാരിൽ നിന്നും, അന്നത്തെ ഹാസ്യ നടന്മാരിൽ നിന്നും വളരെ വ്യത്യസ്തമായ ചില മാനറിസങ്ങൾ, ജഗതി എന്ന് പറയാവുന്ന വ്യക്തിയുടെ സ്റ്റൈലുകൾ താങ്കൾക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അത് ഒരു പുതുമയല്ലേ? ആ കാലഘട്ടത്തിന് അത് ആവശ്യമാണ്. അന്ന് വ്യത്യസ്തമായ ശൈലിയുമായിട്ടാണ് ഞാൻ വന്നത്. അടൂർ ബാസി സാറിനേക്കാളും ബഹദൂർക്കേക്കാളും, അല്ലെങ്കിൽ ആലുമൂടൻ, അന്ന് പപ്പേട്ടൻ, അങ്ങനെ നിരവധി കോമഡിയന്മാരുടെ ഇടയ്ക്ക് ഒരു വിഭിന്ന ശൈലിയുമായിട്ട് വന്നതാണ് ഞാൻ. അതെ, അതായതുകൊണ്ട്, ആ വിഭിന്ന ശൈലി ആയതുകൊണ്ട് സത്യത്തിൽ അതിലൊരു അമച്വറിഷ് സംഭവം തോന്നിയില്ല ജനങ്ങൾക്ക്. വിഭിന്ന ശൈലി ഒരു അങ്ങനെ ഒരു സംഭവം കൂടെ വർക്കിൻ്റെ കാര്യത്തിൽ വെച്ച് ഞാനിപ്പോൾ ഒരു പ്രൊഫഷണലായിട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് കയറി വന്ന വഴി. അതെ, അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു അനായാസത എന്നൊക്കെ പറഞ്ഞ് ഏതാണ്ട് ഏത് നടനെ സംബന്ധിച്ചും ജീവിതത്തിൽ ഒരു എനിക്കിപ്പോൾ 3 ദശകത്തിൻ്റെ അനുഭവമുണ്ട്. അതിൽ 3 ദശകത്തെ പരിചയവും പോലും പോരാ വാസ്തവത്തിൽ ഒരു പെർഫെക്റ്റ് ആക്ടർ എന്നുള്ളതാകാൻ. അപ്പം ഞാൻ ഇനിയും പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇംപ്രവൈസേഷൻ അല്ലെങ്കിൽ മനോധർമ്മം എന്നൊരു മേഖല കലാകാരന്മാർക്കുണ്ട്. അവനവൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ക്രിയേറ്റിവിറ്റിയാണത്. ഒരു ഉദാഹരണം എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചത്, ഉത്സവമേളത്തിൻ്റെ സെറ്റിൽ താങ്കൾ പാലം കടന്നിങ്ങനെ വരുന്നു, നദി കുറുക്കെ ഇങ്ങനെ കയറി വരുന്നു. താങ്കളുടെ തലയിലൊരു ഹാർമോണിയം പെട്ടിയുണ്ട്. സ്ക്രിപ്റ്റിൽ സത്യത്തിൽ എഴുതിയിരിക്കുന്നത് ഹാർമോണിയം പെട്ടിയുമായി ഈ കഥാകാരൻ കയറി ഇങ്ങ് വരുന്നതായിട്ടാണ്. ഇപ്പം സംവിധായകൻ ഓക്കെ പറയുന്നു, അവിടെ എത്തുന്നു, പെട്ടെന്നൊരു സെക്കൻഡ് സംവിധായകൻ്റെ മനസ്സിൽ പോലും ഇല്ലാത്തൊരു സാധനം താങ്കൾ ഇടുന്നു. പക്ഷേ ആ ഷോട്ട് രണ്ടായി എടുക്കേണ്ടത്, കാരണം ഇദ്ദേഹം മനസ്സിൽ ഇത് കണ്ടില്ല. ഇത് എത്രത്തോളം ഒരു കലാകാരനെ, ഒരു നടനെ സമ്പുഷ്ടമാക്കാറുണ്ട്, പൂർണ്ണതയിലെത്തിക്കാറുണ്ട്? അത് മനോധർമ്മം പ്രത്യേകിച്ച് ഒരു ഹാസ്യ നടനെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ്. കഥകളിയിലൊക്കെ പ്രഗത്ഭരായ കഥകളി നടന്മാർ പദങ്ങളാടുന്നതിനോടൊപ്പം മനോധർമ്മം കൊണ്ട് തന്നെ മണിക്കൂറുകൾ തയ്ക്കാറുണ്ട്. ഈ മനോധർമ്മം എന്ന് പറയുന്നത് പ്രതിഭയിൽ നിന്നും വരുന്നതാണ്. എല്ലാവർക്കും മനോധർമ്മം ചെലുത്താൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ ഈ മനോധർമ്മം എന്ന് പറഞ്ഞാൽ പൈതൃകമായിട്ട് കിട്ടുന്നതാണ്. അത് എൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല. പൈതൃകമായി എൻ്റെ അച്ഛനിൽ നിന്ന് ഒക്കെ കിട്ടിയതാണ്. അത് ഒരു എന്തായി പറയുക, പാരമ്പര്യം. താങ്കളുടെ പിതാവ് ഏറ്റവും നല്ലൊരു നാടകകൃത്തായിരുന്നു. പ്രത്യേകിച്ചും അക്കാലങ്ങളിലെ ഹാസ്യനാടകം, അക്കാലങ്ങളിലെ ഈ പറയുന്ന ഫാൻറ്റസി ഉൾക്കൊള്ളുന്ന കഥകൾ ഒക്കെ എഴുതിയ, അതൊക്കെ നാടകമാക്കിയ നാടകൃത്തുമാണ് അദ്ദേഹം. സത്യത്തിൽ അങ്ങനെ ഒരു ജീൻ താങ്കളുടെ രക്തത്തിലും ഉണ്ടാവണം. അതുകൊണ്ടാവണം ഒരുപക്ഷെ ഭാഷയ്ക്ക് ഇത്രയധികം ശുദ്ധി താങ്കൾ കൊടുക്കുന്നത്. ഓരോ വാക്ക് ജഗതി പറയുമ്പോഴും, ജഗതി ശ്രീകുമാർ എന്ന നടൻ പറയുമ്പോഴും, ആ വാക്കിലെ നർമ്മം പോലും, ആ വാക്കിലെ താളാത്മകത കൊണ്ടുള്ള നർമ്മം പോലും പ്രേക്ഷകർക്ക് അറിയാൻ സാധിക്കുന്നത് ഭാഷയുമായിട്ടുള്ള ഈ അടുപ്പമാവണം. അത് താങ്കൾക്ക് ജീൻ വഴി കിട്ടിയതുമാകണം.
തീർച്ചയായിട്ടും ഒരു എഴുത്തുകാരനായ അച്ഛൻ്റെ ഈ നാടകങ്ങളും അല്ലെങ്കിൽ കൈയെഴുത്ത് പ്രതികളും ഒക്കെ വായിച്ചിട്ട് എങ്ങനെ ആയിരിക്കണം ഒരു ഡ്രാമ, എങ്ങനെ ആയിരിക്കണം ഒരു സിനിമാ സ്ക്രിപ്റ്റ്. ആദ്യകാലത്ത് അദ്ദേഹം തിരക്കഥാകൃത്തൊക്കെ ആയിരുന്നു. 1950-60കളിൽ ഏറ്റവും തിരക്കുള്ള തിരക്കഥാകൃത്തായിരുന്നു. പ്രത്യേകിച്ച് ഈ ഹാസ്യ തിരക്കഥകളാണ് എഴുതിയിരുന്നത്, ഞാനൊക്കെ സിനിമയിൽ വരുന്നതിന് മുമ്പ്. അപ്പോൾ അതൊക്കെ വായിച്ചു കേട്ടുള്ള പരിചയം വെച്ച് ഒരു കഥാപാത്രത്തെ കൈ കിട്ടുമ്പോൾ 100% ഈ കഥാപാത്രത്തിൻ്റെ പാത്ര സ്വഭാവം ഇങ്ങനെ ആയിരിക്കണം. പിന്നെ ഓരോ കഥാപാത്രം ചെയ്യുമ്പോൾ ഇത് പ്രൊഡ്യൂസർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ള ചിന്ത ആദ്യമേ മനസ്സിൽ നിന്ന് കളയും. നമുക്കും കൂടി വേണ്ടിയാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഇതെല്ലാം നന്നായിക്കൊള്ളൂ. 90% നടന്മാർക്കും അതൊക്കെ നന്നാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ നമുക്ക് വേണ്ടിയാണ് ഈ ചെയ്യുന്നത് എന്നുള്ള ചിന്തയും ഇത് നമ്മുടെ ഉപജീവന മാർഗമാണ് എന്നുള്ളൊരു ചിന്തയും അതിലുപരി നമ്മൾക്ക് ജോലി തന്ന നിർമ്മാതാക്കളോടുള്ള പ്രതിബദ്ധതയും ഈ ടിക്കറ്റ് മുടക്കി കാണുന്ന മാന്യ പ്രേക്ഷകരുടെ ക്ഷമ പരീക്ഷിക്കാതിരിക്കാനുള്ള മാന്യതയും ഒക്കെ കൂടെ ഒരു നടന് വേണം. താങ്കളുടെ അഭിനയത്തിൻ്റെ ചടുലത ഒരു പ്രത്യേകതയാണ്. ഇപ്പം പറഞ്ഞു ജനങ്ങളെ അധികം ബോറടിപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. അല്ല, അതുകൊണ്ടാണ് ഈ ചടുലത വേണം. ഹ്യൂമറിനൊക്കെ എപ്പോഴും വളരെ ഫാസ്റ്റായിട്ട് സംഗതികൾ വേണം. അല്ലാതെ ചില സമയത്ത് വളരെ മെല്ലെ പോകുന്ന അവസ്ഥകളുണ്ട്. പക്ഷേ അത് പശ്ചാത്തലവും സാഹചര്യം അനുസരിച്ച് വേണം നമ്മൾ. പിന്നെ പറയുന്നത് വ്യക്തമാകണം. ഈ കാണികൾക്ക് വ്യക്തമായി ഒന്നാമത്തെ ഏത് ഭാഷയാണ് പറയുന്നത്, ഭാഷയിലെ വാക്കുകളുടെ അർത്ഥം അറിഞ്ഞുള്ള പ്രയോഗം, ശബ്ദ ക്രമീകരണം. അപ്പോൾ അതിന് ഭാഷയിൽ നല്ല സ്വാധീനം ഉണ്ടായിരിക്കണം. ഞാനതുകൊണ്ടാണ് തമിഴ് തെലുങ്ക് ചിത്രത്തിലൊക്കെ പോകാത്തത്. ആ ഭാഷയുമായി എനിക്ക് വലിയ ഏതാണ്ട് പിന്നെ ഇത് അറിയാമെന്നുള്ളതല്ലാതെ ആ ഭാഷയുടെ വ്യാകരണം എന്താണെന്നറിയില്ല, അതിൻ്റെ കറക്റ്റ് ഉച്ചാരണം അറിയില്ല. പിന്നെ നമ്മുടെ മുഖത്തിലൂടെ വേറൊരാളുടെ ശബ്ദം വരുമ്പം എന്തായാലും എൻ്റെ ഒറിജിനൽ പോലെ ആവില്ല. ക്യാരക്ടറിൻ്റെ ഒറിജിനാലിറ്റി പോകും. ഭാഷ വളരെ, പ്രത്യേകിച്ച് കോമഡി കൈകാര്യം ചെയ്യുമ്പം ഭാഷ നല്ല സ്വാധീനം ഉണ്ടായിരിക്കണം. മലയാള സിനിമയിൽ ഹാസ്യം ചെയ്യുന്ന നടന്മാർക്കെല്ലാം അല്ലെങ്കിൽ നർമ്മ കൈകാര്യം ചെയ്യുന്ന നടന്മാർക്കെല്ലാം ചില സ്ലാങ്ങുകൾ, ചില പ്രാദേശിക ഭാഷകളുടെ നീട്ടലുകളും കുറുക്കലുകളുമൊക്കെ മനോഹരമായി സഹായിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇന്നസെൻ്റ്, മാമുക്കോയ, ചില സിനിമകളിലെങ്കിലും വളരെ വ്യക്തമായി ഉദാഹരണം കാണിച്ചിട്ടുണ്ട് ജഗതി ശ്രീകുമാർ. അപ്പോൾ ഈ സ്ലാങ് കൊണ്ട്, അതായത് പ്രാദേശിക ഭാഷകളിലെ നീട്ടലുകളും കുറുക്കലുകളും കൊണ്ട്, ഭാഷയിലെ ഈ മാറ്റങ്ങൾ കൊണ്ട് നടന്മാർക്ക് മാക്സിമം ഷൈൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എന്താണ് ജഗതി ശ്രീകുമാറിൻ്റെ സ്ലാങ്? പല രീതിയിൽ നമുക്ക് മലയാള ഭാഷ തന്നെ കാസർഗോഡ് ചെല്ലുന്തോറും, കന്യാകുമാരിയിൽ നിന്ന് കാസർഗോഡ് ചെല്ലുന്തോറും ഭാഷ കുറുകി വരും. കുറുകി എന്ന് പറഞ്ഞാൽ നീട്ട് വളരെ കുറയും. അതായത് ഇപ്പോൾ എന്താന്നുള്ള ഈ ഭാഗത്താണ് എന്തിര് എന്ന് ചോദിക്കും. ചിലർ മധ്യ തിരുവിതാംകൂറുമ്പോൾ എന്താന്ന് ചോദിക്കും, എന്നതാന്ന് ചോദിക്കും, പിന്നെ എന്തുട്ടെന്ന്, പിന്നെ എന്തിന്, അങ്ങനെ പോകും. അത് കാരണം കാസർഗോഡ് ചെല്ലുമ്പം കന്നഡ ഭാഷയുടെ ഒരു സ്വാധീനവും പാറശാല കഴിയുമ്പോൾ തമിഴിൻ്റെ ഒരു സ്വാധീനവും വരുന്നുണ്ട്. പിന്നെ ദേശങ്ങൾ, അതിന് ഈ നാട്ടുവഴക്കങ്ങൾ എന്നാണ് പറയുന്നത്. അത് തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ഭാഷയെക്കുറിച്ച് കാസർഗോഡും കോഴിക്കോടും ഉള്ളവർ പരിഹസിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. കാസർഗോഡുള്ളവരും കോഴിക്കോടും സംസാരിക്കുമ്പോഴത്തേക്ക് തിരുവനന്തപുരത്തുള്ളവർ പരിഹസിക്കുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ശുദ്ധമായ മലയാളം എന്ന് പറയുമ്പോൾ മധ്യ തിരുവിതാംകൂറിലെ കോട്ടയം, പന്തളം, മാവേലിക്കര, ചങ്ങനാശ്ശേരി, ഏതാണ്ടൊക്കെ ഈ വള്ളുവനാടൻ ഭാഷ എന്നൊക്കെ പറയുന്ന പോലെ അത് സാഹിത്യ ഭാഷയാണ്. പിന്നെ ഇത് വിദ്യാഭ്യാസം കൂടുന്തോറും ഈ ഭാഷ സ്ഫുടം ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ പറയാൻ സാധിക്കും, ഏത് രീതിയിലും പറയാൻ സാധിക്കും. പിന്നെ ആ പ്രദേശത്തൊക്കെ ഷൂട്ടിങ്ങിനായിട്ട് പോയിട്ടുള്ളത് കൊണ്ടൊക്കെ ആ പ്രദേശത്തെ ആൾക്കാരുമായിട്ട് സംസാരിച്ച് അവരുടെ ചില രീതികളും ചില കൾച്ചറും ഒക്കെ നമ്മളിൽ വരും. പ്രശസ്ത എഴുത്തുകാരനായ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ യന്ത്രം എന്ന നോവലിൽ ഒരു പ്രത്യേക ഭാഗത്ത് പറയുന്നുണ്ട്, പൊളിറ്റീഷ്യൻസ് വന്നും പോയും ഇരിക്കും, പക്ഷേ ബ്യൂറോക്രസിയുടെ തലപ്പത്തിരിക്കുന്ന IAS ഉദ്യോഗസ്ഥർ സ്ഥിരമായി നിൽക്കുന്നു എന്ന് പറയുന്നു. അതായത് ശക്തമായൊരു പാലം നിതാന്തമായിട്ടുണ്ടാവും, പക്ഷേ അടിയിൽ കൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു നദിക്ക് മാറ്റമുണ്ട്. ഒരു നദിയിൽ ഒരാൾക്ക് ഒരിക്കൽ മാത്രമേ കുളിക്കാൻ സാധിക്കൂ എന്ന് പറയുന്നത് എത്രയോ സത്യമാണ്. അതുപോലെ തന്നെയാണ് സത്യത്തിൽ താങ്കളുടെ കാര്യവും. താങ്കൾ ഈ പാലം പോലെയാണ്, അല്ലെങ്കിൽ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ യന്ത്രത്തിൽ പറയുന്നത് പോലെ ബ്യൂറോക്രസിയുടെ ടോപ്പിൽ നിൽക്കുന്ന ചില പ്രത്യേക സ്റ്റേറ്റ്മെൻറ്റുള്ള വ്യക്തി. ഇങ്ങനെ നിൽക്കുന്നു. താങ്കളിലൂടെ പല തലമുറകൾ കടന്നു പോകുന്നു. മലയാള സിനിമ അനുഭവിച്ചത് അതുതന്നെയാണ് കഴിഞ്ഞ എത്രയോ വർഷം. പ്രേം നസീറിൻ്റെ കാലത്ത്, അതായത് സത്യൻ മരിക്കുന്ന ആ വർഷത്തിലാണ് അതോ അതിൻ്റെ അടുത്ത വർഷത്തിലാണോ താങ്കൾ വന്നത്? നസീർ സാറൻ മുതലാണ് ഞാനുള്ളത്. സത്യമാഷോട്ട് അഭിനയിക്കാൻ പറ്റിയില്ല. ഏതാണ്ട് അദ്ദേഹം മരിച്ച വർഷത്തിലാണ് ഞാൻ 1971 അദ്ദേഹം മരിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. 72 മുതലാണ് ഞാൻ രംഗത്ത് വന്നത്. അതിനുശേഷം എത്രയോ തലമുറകൾ താങ്കളുടെ സാന്നിധ്യം ഈ സെല്ലുലോയിഡ് കണ്ടിട്ടുണ്ട്, മലയാള പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്.
എന്തു തോന്നുന്നു താങ്കൾക്ക് ഇത്രയേറെ തലമുറകളുമായി സംവദിച്ചതിന് ശേഷം, സഹകരിച്ചതിന് ശേഷം? ഒരു 20 വർഷത്തിന് മുമ്പുള്ളത് ഉള്ള ഒരു സിനിമ എന്ന് പറയുമ്പം വ്യക്തമായും കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ താരങ്ങൾ അഭിനയിച്ചിരിക്കണം. അക്ഷരാർത്ഥത്തിൽ നാടകീയതയോടുകൂടിയുള്ള അഭിനയമാണ് ആവശ്യം. ഇന്ന് നാടകീയത നാടകത്തിന് മാത്രം മതി. സിനിമയിൽ നാടകീയത എന്നുള്ളത് അശേഷം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ കാലഘട്ടം മനസ്സിലാക്കി ആ കാലഘട്ടത്തിനോട് ചേർന്ന് പോകാൻ നാം പഠിച്ചിരിക്കണം. ഞാനല്ല, നാമല്ല, ഏത് കലാകാരനും. അല്ലെങ്കിൽ ആ സമയത്തിനൊത്ത് ഒഴുകിയില്ല എങ്കിൽ ചിലപ്പോൾ പിന്തള്ളപ്പെട്ടു. ഇപ്പോൾ ഒരു നാടകീയ അഭിനയമൊന്നും ആവശ്യമില്ല ആർക്കും. ഇപ്പോൾ ശരിക്കും എന്താണ് ബിഹേവിങ്? ഇപ്പോൾ ബിഹേവിങ് ആണ്. ഈ ബിഹേവിങ് കുറച്ചു കാലം കഴിയുമ്പോൾ വീണ്ടും നാടകീയമാവും. നാടകീയത വീണ്ടും ബിഹേവിങ് ആവും. ബിഹേവിങ് വീണ്ടും, അതിൽ ബിഹേവിങ് ആണ് ഏറ്റവും ഡിഫിക്കൽട്ട് അവതരിപ്പിക്കാൻ. കാണുന്ന ആൾക്ക് തോന്നും ഇതൊക്കെ നമുക്കും ചെയ്യാമല്ലോ എന്ന് തോന്നും. ഇത് ഇയാൾ എന്തോ ചെയ്യുന്നു, ഇതൊക്കെ നമുക്കും ചെയ്യാമല്ലേ എന്നൊക്കെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വന്ന് ചെയ്യുമ്പോഴേ അറിയുള്ളൂ. പണ്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട്ടിൽ തെങ്ങ് കയറാനായിട്ട് ഒരാൾ വന്നപ്പോൾ ഞാൻ വളരെ അത്ഭുതത്തോട് നോക്കി. അതാണ്ട് വളരെ എളുപ്പത്തിൽ ഒരു മിനിറ്റ് കൊണ്ടൊക്കെ അയാൾ വലിയൊരു തെങ്ങിൻ്റെ മേളിൽ കയറി 1 മിനിറ്റ് കൊണ്ട് ഇറങ്ങി. അപ്പോൾ അയാൾ പോയി കഴിഞ്ഞ ശേഷം ഞാനും ഒന്ന് ശ്രമിച്ചു. ഒരു ഓലക്കാലുണ്ട്, തളപ്പെല്ലാം കെട്ടിച്ച് 2-3 സ്റ്റെപ്പ് അള്ളി പിടിച്ച് കയറി. ഏതാണ്ട് ഒരു 6 അടി, 7ാം ക്ലാസ് പഠിക്കുമ്പോൾ നോക്കണം, 6 അടി പൊക്കം എന്ന് പറഞ്ഞാൽ നല്ല പൊക്കമാണ് ഒരു 7ാം ക്ലാസ് പഠിക്കുന്ന പയ്യനെ സംബന്ധിച്ച്. അവിടെ ചെന്ന് ഓലത്തലപ്പങ്ങ് പൊട്ടിപ്പോയി, നെഞ്ച് മുഴുവൻ ഒരഞ്ഞ് താഴെ വന്ന്. എനിക്കവിടെ പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല. അയാൾ എന്തുമാത്രം സ്ട്രെയിനും അഭ്യാസവും കൊണ്ടാണ് ഈ തെങ്ങ് 1 മിനിറ്റ് കൊണ്ട് കയറിയത്. അപ്പോൾ കാണുമ്പോൾ വളരെ എളുപ്പത്തിൽ കയറുന്ന എന്തുകൊണ്ട് എനിക്കും ചെയ്തുകൂടാ എന്ന് തോന്നിയ പറ്റിയ അപകടമാണ്. അപ്പോൾ എല്ലാ തൊഴിലും അതുണ്ട്. ചെയ്ത് പരിചയമുള്ളവർ ചെയ്യുമ്പോൾ അത് വളരെ എളുപ്പമാണെന്ന് യാതൊരുവിധ പരിചയമില്ലാത്തവർക്ക് തോന്നുന്ന സ്വാഭാവികം. താങ്കൾ പറഞ്ഞു നാടകീയമാർന്ന അഭിനയങ്ങൾ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. മലയാളി അത് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് അത്തരം സിനിമകളെ മലയാളി ഇഷ്ടപ്പെടാതെ പോയത്. പക്ഷേ അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു പ്രത്യേക അവസരത്തിൽ നമ്മളൊക്കെ എങ്ങനെ പെരുമാറും എന്നതുപോലെ മോഹൻലാലും താങ്കളെപ്പോലുള്ള നടന്മാരും ചെയ്തപ്പോഴാണ് മലയാള സിനിമ മലയാളികളുടെ ഹൃദയത്തിൽ കയറിയത്. ബിഹേവിങ് അതൊരു സിനിമയിലെ ഏറ്റവും വലിയ ആക്ടിങ് ബിഹേവിങ് തന്നെയാണ്. പക്ഷേ ബിഹേവിങ്ങിലും ചിലപ്പോൾ ചില സാങ്കേതിക പ്രശ്നങ്ങൾ വരില്ലേ? ഒരു ക്ലോസപ്പ് ഷോട്ടിൽ വൈകാരിക മുഹൂർത്തങ്ങൾ നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ മുഖത്തിൻ്റെ മാത്രം ദൃശ്യം വരുമ്പോൾ എങ്ങനെയാണ് ബിഹേവിങ് കൊണ്ട് മാത്രം തൃപ്തിയാവുക? അല്ല, ക്ലോസപ്പ് ആയിരുന്നാലും മിഡ്ഷോട്ടായിരുന്നാലും ബിഹേവിങ്ങിന് ഒരൊറ്റ ട്രാക്കേ ഉള്ളൂ. അത് ക്ലോസപ്പിലും ബിഹേവ് തന്നെ വേണം. കുറച്ച് ഫേസ് എക്സ്പ്രഷൻ വേണ്ടി വരുന്ന. അല്ല, ഫേസ് എക്സ്പ്രഷൻ ഇല്ലാതെ അഭിനയം ഇല്ലല്ലോ. അഭിനയം എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പ്രഷനിലാണ്. ഭാവങ്ങളിലൂടെയും സംഭാഷണത്തിലൂടെയും വേണം കഥാപാത്രത്തിൻ്റെ വികാരം പ്രേക്ഷകർക്ക് പകർന്നു കൊടുക്കാൻ. വെറുതെ തൊണ്ടയിൽ നിന്ന് ഇങ്ങനെ കൊണ സംസാരം എടുത്തിട്ടുണ്ട് കാര്യമില്ല. അത് 90% ആൾക്കാർക്ക് സാധിക്കും. പക്ഷേ ഈ സംസാരത്തിനോടൊപ്പം എക്സ്പ്രഷനും കൂടെ കൊടുത്ത് പ്രേക്ഷകനെ നമ്മുടെ മാനസികാവസ്ഥ ബോധ്യപ്പെടുത്തുന്നവനാണ് നടൻ. പേഴ്സോണിഫൈയിങ് എ ക്യാരക്ടർ ഓൺ ദ സ്റ്റേജ് ബിഫോർ ആൻ ഓഡിയൻസ് എന്നാണ് അഭിനയത്തിൻ്റെ എക്സ്പ്ലനേഷൻ. ഒരു കഥാപാത്രത്തിനെ ആവിഷ്കരിക്കുന്നത് എങ്ങനെ? നമ്മുടെ വ്യക്തിത്വം മറന്നുകൊണ്ട്, ഫൊർഗെറ്റിംഗ് ദ സെൽഫ്. ഫർഗെറ്റിംഗ് ദ സെൽഫ്. സെൽഫായിട്ട് ഞാൻ വ്യക്തിപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരുപാട് ദുർഗുണങ്ങളും സദ്ഗുണങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എനിക്ക് കിട്ടിയിരിക്കുന്ന നന്മയുടെ മൂർത്തിമത് ഭാവമായ ഒരു കഥാപാത്രമാണ്. അപ്പോൾ എൻ്റെ സ്വന്തം വ്യക്തിത്വം താൽക്കാലികമായിട്ട് മാറ്റിവെച്ച് നമ്മളിലില്ലാത്ത മറ്റൊരു വ്യക്തിത്വം നാം സ്വയം ആർജിച്ച് അതിൻ്റെ വേഷഭൂഷാദികളോടുകൂടി സംഭാഷണത്തോടും ഭാവത്തോടും കൂടി പ്രേക്ഷകരെ നമ്മുടെ കഥാപാത്രത്തിൻ്റെ മാനസിക അവസ്ഥ അവരിലേക്ക് സന്നിവേശിപ്പിക്കുക എന്നുള്ളതാണ് അഭിനയം. അതാണ് അഭിനയത്തിൻ്റെ എക്സ്പ്ലനേഷൻ. ഇത് എത്ര പേർക്ക് അറിയാമെന്നുള്ളത് എനിക്ക് നിശ്ചയമില്ല. അറിയാവുന്നവർ അപാര സിദ്ധികളുള്ള നടന്മാർ തന്നെയാണെന്ന് പ്രേക്ഷകർക്കും അറിയാം, നിർമ്മാതാക്കൾക്കും അറിയാം, ഇതിൻ്റെ പുറകിലുള്ള ടെക്നീഷ്യൻസിനും അറിയാം. സ്റ്റാർസ് ചാറ്റിങ്ങിൽ ജഗതിയുമായുള്ള അഭിമുഖത്തിൻ്റെ 1ാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. സത്യത്തിൽ ജഗതി എന്ന നടൻ്റെ കഥാപാത്രങ്ങൾ നാം ധാരാളം കണ്ടിട്ടുണ്ടെങ്കിലും ജഗതി ഇങ്ങനെ തുറന്നടിച്ച് സംസാരിക്കുന്നത് നമുക്ക് അധികം കാണാൻ ഇടയുണ്ടായിട്ടില്ല. എത്ര സിമ്പിളായിട്ടാണ്, എന്നാൽ എത്ര ഷാർപ്പായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. വരും എപ്പിസോഡുകളിൽ ഈ പറച്ചിലിൻ്റെ തീവ്രതകളിലേക്ക് നാം കടക്കുന്നു. കാണാൻ മറക്കരുത് അടുത്ത എപ്പിസോഡ്.